നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉത്തർപ്രദേശ് മന്ത്രിസഭ വികസിപ്പിച്ചു. 8 പുതിയ മന്ത്രിമാരാണ് യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഭൂപേന്ദ്ര സിംഗ് ചൌധരി, മനോജ് പാണ്ഡെ, അജിത് സിംഗ് പാൽ, സോമേന്ദ്ര തോമർ എന്നിവരടക്കമുള്ള പുതിയ മന്ത്രിമാർ അധികാരമേറ്റു. വിവിധ സമുദായങ്ങൾക്കും മേഖലകൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഈ മന്ത്രിസഭാ വികസനം. YS അഭിനന്ദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിനന്ദ്, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു മന്ത്രിസഭാ വികസനമാണ്. മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? എന്താണ് BJPയുടെ ലക്ഷ്യം? ആര്യ, എല്ലാ സമുദായങ്ങൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്ന രീതിയിലേക്കുള്ള മന്ത്രിസഭ അഴിച്ചുപണിയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശ് ഇനി കുറച്ചു നാളുകൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാന്. ഉത്തർപ്രദേശ് ഒരു ക്ലീൻ സ്വൈപ്പ്, അത് BJP ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പശ്ചിമ ബംഗാളിൽ കൂടി ഇപ്പോൾ വലിയൊരു വിജയം നേടിയതോടുകൂടി ഉത്തർപ്രദേശ് എന്നത് അവരുടെ തട്ടകമാക്കി മാറ്റാനുള്ള ഇടപെടൽ അത് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ കാലങ്ങളായി അവിടെ നടക്കുന്നതാണ്. അതിനിടയിലാണ് ഇപ്പോൾ മന്ത്രിസഭാ വികസനം കൂടി ഉണ്ടായിരിക്കുന്നത്. 6 നിയമസഭാ അംഗങ്ങളാണ് മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ഭൂപേന്ദ്ര സിംഗ് ചൌധരി, മനോജ് പാണ്ഡെ, സുരേന്ദ്ര ദൽഹർ, ഹൻസ്രാജ് വിശ്വകർമ്മ, കൈലാഷ് രാജ്പുത്, കൃഷ്ണ പാസ്വാൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അജിത് സിംഗ് പാൽ, സോമേന്ദ്ര തോമർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ 8 പുതിയ മന്ത്രിമാർ കൂടി ഇപ്പോൾ എത്തുകയാണ്. 6 നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു, 2 മന്ത്രിമാർ അല്ലാതെ. അപ്പോൾ 6 മാസത്തിനിടയ്ക്ക് അവർക്ക് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് എത്തേണ്ടത് കൂടിയുണ്ട്. അങ്ങനെ 8 മന്ത്രിമാർ പുതിയതായിട്ട് ഇപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാകുകയാണ്. സാമുദായിക സമവാക്യങ്ങൾ, അതിന്റെ സന്തുലിതാവസ്ഥ അത് കൃത്യമായി ദേശീയ നേതൃത്വവുമായിട്ട് ആലോചിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലേക്കൊരു തീരുമാനം എടുത്തിട്ടുള്ളത് എന്നാണ് BJP സംസ്ഥാന ശരി. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഓക്കെ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഉത്തർപ്രദേശ് മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന വന്നിരിക്കുന്നത്.